ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടുന്ന പിടിയും കോഴിക്കറിയുമാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ നമുക്ക് പിടിയും കോഴിക്കറി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 3/4 കിലോ കോഴിയിറച്ചിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന കോഴിയിറച്ചിയാണ്. ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. അതും കൂടി നമുക്ക് തിരുമ്മാം. കൂടാതെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ തിരുമ്മി ഇറച്ചി നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇറച്ചിയിലൊന്ന് പിടിക്കണം. അതിനാണ് തിരുമ്മിയൊരു 3/4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഞാനിത് 3/4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. തിരുമ്മി വെച്ചിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയിലേക്ക് നമുക്ക് ഇടാം. 3 സവോളയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എണ്ണ ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോഴി എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കരുത്. എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ കോഴി ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കണം. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് പിടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അരിപ്പൊടി വറുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പപ്പൊടിയാണ് വെച്ചിരിക്കുന്നത് വറുത്തത് 4 കപ്പ്. പിന്നെ ഒരു 2 കപ്പ് തേങ്ങ ചുരുണ്ടിയത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ചുരുണ്ടിയത് അരിപ്പൊടിയിലേക്ക് ഇടാം. തേങ്ങ ചുരുണ്ടി അരിപ്പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചാൽ മതി. ആ ഒരു പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അടുത്തായി ഞാനൊരു പാത്രം തീയൽ വെച്ചിട്ടുണ്ട്. അതിൽ 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളത്തിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ജീരകവും കൂടി ഇടുകയാണ്. ഒരു 10 ഉള്ളിയാണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത്. 1 സ്പൂൺ ജീരകവും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. കൂടാതെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഉപ്പിട്ടില്ലായിരുന്നു. പൊടി തിരുമ്മിയപ്പോൾ ഉപ്പിട്ടില്ലായിരുന്നു. കാരണം വെള്ളത്തിൽ ഉപ്പിടാൻ വേണ്ടിയിട്ടാണ് പൊടി തിരുമ്മിയപ്പോൾ ഉപ്പിടാതിരുന്നത്. വെള്ളത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാലേ പിടിയിൽ അത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കും. വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുള നമുക്ക് വെള്ളത്തിലേക്ക് ഓരോന്നോരോന്ന് എടുത്തിടാം. ഓരോന്നും ഇടാവുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തിടാം.
താങ്ക് യു.